ആ നാട്ടുകാരായ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകളും പീഡനങ്ങളും വളരെയധികമാണ്. പ്രവാചകന്മാർ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹത്തെ, പ്രവാചകന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹം ദുഷിച്ച് നാറി കുരങ്ങന്മാരുമൊക്കെയായി പരിവർത്തിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് ആ പ്രദേശത്തുള്ള മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലേക്ക് നമ്മൾ നിലവിച്ചുകൊണ്ടുപോകണം. 10,000 അവിടെ മുറിവേറ്റ് രക്തമൊഴുകി മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കണം. 10,000 അവിടെ ഭവനരഹിതരായി താമസിക്കാൻ സ്ഥലമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. മരിച്ചുകൊണ്ടിരിക്കുന്നവർ, മുറിവേറ്റവർ ദിനേന എന്നോണം, മിനിറ്റുകളെന്നോണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരു ജനത അനുഭവിക്കാൻ സാധിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ അതൊക്കെ ഫലസ്തീനിലെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഫലസ്തീനിലെ മുസ്ലിങ്ങളെ അടിച്ചമർത്തി അവരെ പീഡിപ്പിച്ച് അവരുടെ മേൽക്കോയ്മ നടിച്ച് മുസ്ലിം സമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി ഒരു വിഭാഗം, ജൂത ക്രിസ്തീയ ഇസ്രായേലി വിഭാഗം ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം സമൂഹം ഈ സന്ദർഭത്തെ മുസ്ലിം സമൂഹം വളരെ കാര്യപ്രസക്തമായ ഒരു ചോദ്യമായി ഇതിനെ നമുക്ക് കാണേണ്ടതുണ്ട്. എന്താണ് ഇതിന് കാരണം? വളരെ ചുരുങ്ങിയ ഒരു ജനസംഖ്യയുള്ള ഈ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വളരെ വലിയ ഒരു ജനസംഖ്യയുടെ സമൂഹത്തിന്റെ അംഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഈ പീഡനങ്ങളുടെ യഥാർത്ഥ കാരണമെന്താണ്? ഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിലെ ഒരു സംഘത്തെ, ഒരു നാട്ടിലെ വളരെ ചെറിയ ന്യൂനപക്ഷമായ ഇസ്രായേൽ വിഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവാനുള്ള കാരണമെന്ന് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാം. മുസ്ലിം സമൂഹത്തിൽ എന്തോ ഒരു കുറവ്, എന്തോ ഒരു ന്യൂനത, ഒരു ഉഴപ്പ്, ഒരു ബലഹീനത മുസ്ലിം സമൂഹത്തിൽ പിടികൂടിയിരുന്നു. ഇങ്ങനെ ഒരു ബലഹീനത ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ചെറിയ, ലോകത്തിലെ ഏറ്റവും ഒരു ചെറിയ സംഘത്തിന് ഒരു മഹാസംഘത്തിലെ അംഗങ്ങളെ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കാനോ ഉപദ്രവിക്കാനോ അവർക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇവിടെ മനുഷ്യരുടെ മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടി ചില കരാറുകൾ, ചില വാഗ്ദാനങ്ങൾ, ഓസ്ലോ കരാറ് പോലുള്ള ചില പൊടിക്കൈകൾ, പല കരാറുകളൊക്കെ നടത്താറുണ്ട്. അങ്ങനെയുള്ള എല്ലാ കരാറുകളും എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചുകൊണ്ട്, കാറ്റിൽ പരത്തിക്കൊണ്ട് ധിക്കാരികളായി സമയുകയാണ് ഈ സമൂഹം. അവരെ ചോദ്യം ചെയ്യാനോ അവരെ പിടിച്ചുകെട്ടാനോ അവരുടെ മുന്നിൽ ധൈര്യമായി നിന്ന് സംസാരിക്കാനോ ധീരതയുള്ള ഒരാളെയും ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ കാണാനില്ല. അതിന്റെ കാരണമെന്ത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് വളരെ വേദനാജനകമായ, വളരെ പ്രയാസകരമായ ഒരവസ്ഥ നാം കാണുന്നത്. ഈ ഇസ്രായേൽ സമൂഹത്തെ ഭയപ്പെട്ടുകൊണ്ട് നിന്ദരായി, ഒന്നിനും കഴിയാത്ത പാവങ്ങളായി, ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഓച്ചാനിച്ച് നിൽക്കുന്ന
ഒരു വിഭാഗം ആളുകളായി തീരാൻ വിധിക്കപ്പെട്ടവരാണോ മുസ്ലിം സമൂഹമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ല. അവർ ആദർശബോധമുള്ളവരും അവർ ഐക്യപ്പെടേണ്ടവരും അവർ അവരുടെ ഉത്തരവാദിത്വങ്ങൾ ശരിക്ക് മനസ്സിലാക്കേണ്ടവരും ആ ഉത്തരവാദിത്വം ശരിക്ക് ഉപയോഗപ്പെടുത്തേണ്ടവരുമാണ്. ഈ രംഗത്ത് സമൂഹവും മുസ്ലിം ഭരണകൂടവും മുസ്ലിം രാജ്യങ്ങളും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്ന് തുറന്ന് പറയേണ്ട സന്ദർഭമാണ്. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്നുവെങ്കിൽ അത് വ്യക്തികളായിരുന്നാലും സമൂഹമായിരുന്നാലും ഭരണകൂടമായിരുന്നാലും അവരുടെ ദൗത്യം അവർ നിർവഹിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ദയനീയത ഫലസ്തീനില് ആ പ്രദേശത്ത് അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് സംഭവിക്കുമായിരുന്നില്ല. നമുക്ക് ബാധ്യതയുണ്ട് ആ സമൂഹത്തെ സഹായിക്കുക, ആ സമൂഹത്തോട് അനുഭവം പ്രകടിപ്പിക്കുക, ആ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുക. ഏത് രൂപത്തിൽ നമസ്കാരം നിർബന്ധമാക്കിയതുപോലെ, സക്കാത്ത് നിർബന്ധമാക്കിയതുപോലെ, ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങൾ നിർബന്ധമാക്കിയ പോലുള്ള ഒരു നിർബന്ധമാണ് ആ രാജ്യത്തെയും ആ പ്രദേശത്തെയും സ്നേഹിക്കുക, സഹായിക്കുക എന്നത്. അത് നമ്മുടെ പ്രദേശമാണ്, നമ്മുടെ അമാനത്താണ്, നമുക്കുള്ളതാണ് എന്ന തിരിച്ചറിവ് നാം ഉണ്ടാവേണ്ടത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ലോകത്ത് തനിക്ക് ജീവിക്കേണ്ടവരല്ല. അവർ ഒറ്റക്കെട്ടായി പരസ്പര സ്നേഹത്തോടുകൂടി ആ ലോകത്ത് എവിടെ ഒരു മുസ്ലിം പ്രയാസം അനുഭവിക്കുന്നുവോ ആ പ്രയാസങ്ങൾ ലോകത്തെവിടെയുള്ള മുസ്ലിമിനും അനുഭവപ്പെടേണ്ടതുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു, അവൻ ഒരു ശരീരം പോലെ, ആ ഒരു ശാരീരിക ബന്ധം ശരീരത്തിന് എവിടെയൊക്കെ ആളുകൾക്ക് പ്രയാസമുണ്ടോ അതൊക്കെ എല്ലാ ശരീരത്തിലെ ഭാഗങ്ങളും അനുഭവപ്പെടുന്നത് പോലെ അങ്ങനെയുള്ള ഒരാത്മബന്ധമാണ് ഫലസ്തീനിലെ മുസ്ലിങ്ങളും നാമുള്ളത്. ഒരു വ്യക്തി ആ വ്യക്തിയുടെ അവയവങ്ങൾ എങ്ങനെയാണോ അതുപോലെ ഒരു മനുഷ്യൻ തന്റെ കണ്ണിനെന്ത് സംഭവിക്കുന്നുവോ അത് തല അനുഭവിക്കുന്നത് പോലെ ശരീരത്തിന്റെ ഏതു ഭാഗം എങ്ങനെ അനുഭവിക്കുന്നുവോ ഈ രൂപത്തിലുള്ള ഒരു ബന്ധം ആ രാജ്യവുമായി ഫലസ്തീനിലെ മുസ്ലിങ്ങളുമായി ഉണ്ടാവാനായിട്ടുണ്ട്. ഒരു കെട്ടിടം പോലെ, ഒരു ശക്തമായ ഒരു കെട്ടിടം പോലെ, അല്ലെങ്കിൽ ഒരു കണ്ണാടി പോലെ, സഹോദരന്മാരെ പോലെയൊക്കെ മുസ്ലിങ്ങൾ കഴിഞ്ഞുകൊള്ളണമെന്ന ഹദീസുകളിലെ ചുരുക്കത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസുകൾ നമ്മൾ പഠിപ്പിക്കുന്നത്, ഈ ഹദീസുകളുടെ ഉള്ളടക്കം ഈ ആശയം പഠിപ്പിക്കുന്നു. ലോകത്ത് എവിടെ മുസ്ലിങ്ങൾ, അത് ഫലസ്തീനിലായിരുന്നാലും ഇറാഖിലായിരുന്നാലും അഫ്ഗാനിസ്ഥാനിലായിരുന്നാലും ലോകത്ത് എവിടെയാണെങ്കിലും പീഡനങ്ങൾക്ക് വിധേയരാകുന്നുവെങ്കിൽ അതിനെതിരെ അത് നമ്മുടെയും കൂടിയുള്ള വിഷമമാണ് എന്ന ബോധമാണ് ഉണ്ടാവേണ്ടത്. ഈ അവസ്ഥയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യത ഉത്തരവാദിത്തങ്ങളും ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ, ഒന്ന് അവരെ സ്നേഹിക്കുക എന്നതാണ്. രണ്ട്, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ അനുഭവങ്ങൾ എന്തൊക്കെയാണോ അത് നാം അനുഭവിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടലാണ്. ഈ അടിസ്ഥാനത്തിൽ നാം അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവരുടെ സഹായം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിവിന്റെ നമ്മുടെ കഴിവനുസരിച്ച് അവരെ സഹായിക്കേണ്ടതുണ്ട്. ആ സഹായം നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ഏതൊക്കെ സഹായം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൈകൊണ്ട് നമ്മൾ സഹായിക്കേണ്ടി വരും, ചിലപ്പോൾ ആയുധം കൊണ്ട് സഹായിക്കേണ്ടി വരും, ചിലപ്പോൾ പ്രാർത്ഥനയിലൂടെ സഹായിക്കേണ്ടി വരും. ആയുധം കൊണ്ട് സഹായിക്കാൻ നമ്മുടെ ആയുധമുണ്ടെങ്കിൽ അത് കൊടുത്ത് ശത്രുക്കളെ നേരിടാൻ അവരെ സഹായിക്കുക, അവർക്ക് കൈകഴിഞ്ഞ് സഹായം നൽകിക്കൊണ്ട് സഹായിക്കുക. അല്ലെങ്കിൽ പ്രവാചക മാതൃക ഇതൊക്കെ ഉള്ളതുപോലെ തന്നെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രവാചക നമസ്കാരങ്ങളിലും സുബഹിലും മറ്റ് നമസ്കാരങ്ങളിലൊക്കെ തോന്നിക്കൊണ്ട് ആ സമൂഹത്തെ രക്ഷിക്കണമേ, ആ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അറിവുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലി സമൂഹത്തെ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക പോലും നമ്മുടെ ബാധ്യതയെ ഉത്തരവാദിത്തമായി ഇസ്ലാം എന്നെ പഠിപ്പിക്കുന്നു. ഇത് പ്രവാചകന്റെ മാതൃകയാണ്. പ്രവാചകനെ വിസ്തരിക്കുന്ന, പ്രവാചകന്റെ അനുയായികളോട് ഉപദ്രവം കാണിച്ച ആളുകളോട് പ്രവാചകൻ ചെയ്ത മാതൃകയാണ്. ഇപ്പോൾ ഒരു ഉപരോധത്തിന്റെ പിന്നിലാണ് വരുന്നത്. ഒരു ഉപരോധം എന്ന് പറഞ്ഞാൽ വെള്ളമില്ല, അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് റോഡ് സൗകര്യങ്ങളില്ല, അവർക്ക് വെളിച്ചമില്ല. ഇങ്ങനെ ഒരു തരത്തിലുള്ള മനുഷ്യ ഉപരോധത്തിന്റെ പേരിലാണുള്ളത്. ഒരു വിഭാഗം ആളുകൾ, ഒരു സാധാരണക്കാരായ ഒരു വിഭാഗത്തെ മുസ്ലിങ്ങൾ എന്ന ഒരു കാരണത്താൽ ഇങ്ങനെ ഉപരോധത്തിൽ ഏർപ്പെടുത്തി കുടുക്കിക്കൊണ്ട് പട്ടിണിക്ക് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും.